നമ്മുടെ ശരീരത്തിലെ ചലനത്തെ ബാധിക്കുന്ന നാഡീരോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ചലനത്തെ നിയന്ത്രിക്കുന്ന കോശങ്ങൾ നശിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ജനിതകവും പാരിസ്ഥിതികവുമായ പല കാരണങ്ങൾ കൊണ്ടും പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാം. പ്രധാനമായും 4 ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. 1. വിറയൽ. സാധാരണയായി ഒരു കാലിലോ അല്ലെങ്കിൽ കൈയിലോ ആണ് ആദ്യമായി കാണുക. പിന്നീട് അത് മറ്റു വശങ്ങളിലേക്കും ബാധിക്കും. റെസ്റ്റിംഗ് പീരീഡിലാണ് ഇത് കൂടുതലായിട്ട് കാണുക. നമ്മൾ എന്തെങ്കിലും കയ്യിൽ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ ഇത് കുറവായിരിക്കും. രണ്ടാമത്തേത് സ്ലോനെസ്. അതായത് നമ്മുടെ പഴയ പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ നടത്തത്തിന്റെ സ്പീഡ് കുറയുക തുടങ്ങിയവയും ലക്ഷണങ്ങളാണ്. മൂന്നാമത്തേത് റിജിഡിറ്റി അല്ലെങ്കിൽ പേശികളുടെ ദൃഢത. നമ്മുടെ ജോയിന്റ്സ് ചലിപ്പിക്കുവാൻ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ടോട്ടലി നമുക്കൊരു ദൃഢത ഫീൽ ചെയ്യുക. നാലാമത്തേത് ബാലൻസ് ഇല്ലായ്മ. ഇത്തരം രോഗികളിൽ വീഴ്ചകൾ സാധാരണയാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് തിരിയുമ്പോഴോ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിരപ്പല്ലാത്ത തറയിലൂടെ നടക്കുമ്പോഴോ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊന്നുമല്ലാതെ ഹാൻഡ് റൈറ്റിംഗിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് അക്ഷരങ്ങൾ എഴുതി ചെറിയ അക്ഷരത്തിലോട്ട് പോയി പിന്നെ തീരെ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരിക. പിന്നെ ഫേഷ്യൽ മസിൽസിന്റെ ടൈറ്റ്നസ് കാരണം നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരിക. ഇതെല്ലാം പാർക്കിൻസൺസ് ഡിസീസിന്റെ ലക്ഷണങ്ങളാണ്. പാർക്കിൻസൺസ് ഡിസീസ് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റാത്ത അസുഖമാണ്. എന്നാൽ തന്നെ നേരത്തെയുള്ള മെഡിസിൻസും അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റും പ്രധാനമാണ്. ഇത് മസിൽസിന്റെ ദൃഢത കുറച്ച് വേദനയും ക്ഷീണവും അകറ്റി നടത്തത്തെ സഹായിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.